സനോജ് പയ്യന്നൂരിനെ അവാർഡിന് അർഹമാക്കിയ സ്റ്റോറി കാണാം. വർണ്ണങ്ങളുടെയും ശബ്ദങ്ങളുടെയും കോലാഹലങ്ങൾ ഒന്നും തന്നെയില്ല. പക്ഷേ ഇവിടെ വിരിയുന്നത് ഭ്രമകൽപ്പനകളുടെ, വിസ്മയങ്ങളുടെ സ്വപ്നഭൂമികയാണ്. മലയാളം കഥാരചനാ മത്സരമാണ് വേദി 22 KP അപ്പൻ സ്മൃതി. വിഷയം കിട്ടുന്നത് മുതൽ അക്ഷരം ഉരുവാക്കുന്നതിനുള്ള ആത്മവേദനയാണ്. ജാലകത്തിലൂടെ വിജനതയിലേക്കുള്ള നോട്ടത്തിലൂടെ, പേനത്തലപ്പിലെ മർദ്ദനത്തിലൂടെ കഥയിലേക്കും കഥയെ ആത്മാവിലേക്കും സന്നിവേശിപ്പിച്ചു ചിലർ. വിരലുകളിലേക്ക് അക്ഷരങ്ങൾ ഇറങ്ങി വരാൻ പിന്നെയുമുണ്ട് ഹൃദയവ്യഥകളേറെ. മിനിറ്റ് ഒടുവിൽ ഉള്ളുരുക്കി അക്ഷരം പാകപ്പെടുത്തിയവർ വിസ്മയഭൂമികയുടെ ഒടയതമ്പുരാന്മാരായി. നമ്മൾ ആദ്യം വിഷയം നന്നായിട്ട് വായിക്കും, അത് പല രീതിയിൽ മനസ്സിൽ ചിന്തിച്ചു നോക്കും, അതിന് ഏറ്റവും ആപ്റ്റായിട്ട് തോന്നുന്ന കാര്യം നമ്മൾ വികസിപ്പിച്ചങ്ങ് എഴുതും. ആദ്യം ഇങ്ങനെ ഒരു ഓർഡർ ഇല്ലാതെ ഭയങ്കര ജമ്പിൾഡായിട്ടായിരിക്കും നമ്മുടെ മനസ്സിൽ തന്നെ. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ സാവകാശം ആലോചിച്ച് എല്ലാം ഓർഡറാക്കി. എഴുത്തിന്റെ പേറ്റുന്നതിനൊടുവിൽ അക്ഷരങ്ങളെ പെറ്റിട്ട് കഥയുടെ വസന്തകാലത്തിന് തുടർച്ചയുടെ ആകാശം പണിത് അവർ യാത്രയായി. മലയാള കഥ ഓരോ കഥയിലൂടെയും കാലത്തിലൂടെയും പരിണമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഉറപ്പിച്ചു പറയാം, പുതിയ തലമുറയിലൂടെ കൈമാറി വരുന്നത് എഴുത്തിൻ്റെ, വായനയുടെ, ആസ്വാദനത്തിൻ്റെയൊക്കെ അവസാനിക്കാത്ത വസന്തകാലമാണെന്ന്. ക്യാമറ പേഴ്സൺ സനോജ് പയ്യന്നൂരിനൊപ്പം എബി ജോൺ തോമസ്, ടീം കേരള വിഷൻ.